തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ സമയത്ത് ഈ മൊബൈലിൽ ഭയങ്കര മെസ്സേജ്, കുറെ മെസ്സേജുകൾ കിടപ്പുണ്ട് അതിനകത്ത്. ഇത്ര മെസ്സേജ് അയച്ചിട്ട് എന്താണ് റിപ്ലൈ ഇല്ലാത്തത്? അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് റീഡ് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ല എന്ന് മനസ്സിലായത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? അതൊരു സെക്സ് ടോക്കിലോട്ട് പോയപ്പോഴാണ് രേണു മാരേജ് ചെയ്ത ഒരാളല്ല എന്നാണ് സുധിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഞാൻ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാരമ കാലം വെച്ചിരുന്നോളാം, ഇവര് കൊണ്ട് തരട്ടേന്നേ, ഇവര് മാസം മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ വേണ്ട, 1 ലക്ഷം വേണ്ട, അവള് വേണോന്നേ ഇവര് പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ അല്ല ചേച്ചി, ഞങ്ങൾ തരാം. ഞങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്നവരും ചേച്ചിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് അതിലെന്തെങ്കിലും വാസ്തവമില്ലാത്ത വിരുദ്ധമായിട്ടുള്ള ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അതെല്ലാം പറയുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ഓരോ ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ ഏറ്റവും കുറഞ്ഞതെങ്കിലും തരാം. അമ്പലമാണല്ലോ, ഞങ്ങൾ കൊണ്ട് കാണിക്ക ഇട്ടിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് പുണ്യം കിട്ടണേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ ആരോപണം ഉണ്ടാകുമ്പോഴത്തേനും ആരോപണത്തിനെതിരെ സംസാരിക്കുന്നവരൊക്കെ വന്ന് ഞങ്ങൾക്ക് എനിക്ക് വീട്ടിൽ കൊണ്ട് ചെലവിന് താന്നൊക്കെ പറയുന്നതൊക്കെ ഉത്തരം മുട്ടുന്നതാ. കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉത്തരം മുട്ടുമ്പോഴത്തേക്കും കൊഞ്ഞണം കാട്ടുന്നത് വേറൊരു രീതിയിൽ. ഇപ്പം ന്യൂ ട്രെൻഡ് അല്ലേ, അപ്പൊ ട്രെൻഡ് മാറിയപ്പോഴത്തേക്ക് നിങ്ങൾ ഈ രീതി കൊഞ്ഞണം കാട്ടുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. ഈ ആരോപണങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും ഈ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് പോകാനുള്ള സ്റ്റെപ്പിലേക്ക് നിൽക്കുവാണെന്നും എല്ലാം നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണ എസ് പിള്ളയുടെ ഒരു ഇന്റർവ്യൂ ഇതായി ഇപ്പോൾ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചു എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഇന്റർവ്യൂ കണ്ടവരും അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും അറിയാം, രേണു കൃത്യമായിട്ട് പറയുന്നുണ്ട് 2017 ഡിസംബറിലാണ് ഞാനും സുധിച്ചേട്ടനും തമ്മിൽ കാണുന്നത്. ആ കണ്ട ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ഞങ്ങൾ കല്യാണവും കഴിച്ചു. അതായത് ഒറ്റ മാസം 30 ദിവസം കൊണ്ടാണ് ഈ റിലേഷൻ കല്യാണത്തിലേക്ക് എത്തിയെന്നാണ് ഈ വ്യക്തി പറയുന്നത്. 2016 ഈ കൊല്ലം സുധിയുടെ മുൻഭാര്യയായ വീണയായിട്ടുള്ള ഡിവോഴ്സ് കൊല്ലം കോർട്ടിൽ വെച്ച് നടന്നു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത്. എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. കാരണം കാണാതെ ആരും ഡിവോഴ്സിലേക്കൊന്നും എത്തത്തില്ലല്ലോ. അപ്പം ഇവർക്കിടയിലെ കാരണം എന്താണെന്ന് നോക്കി അത് രേണുവായിരുന്നു. തക്കതായ തെളിവുകളും വ്യക്തമായ കാര്യങ്ങളും ഈവൻ നമ്മുടെ ഈ കിച്ചു എന്ന് പറയുന്ന മകനെ കുറിച്ച് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ ഈ പെണ്ണുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഒരു ഡിവോഴ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി അതിന് കാരണങ്ങൾ കാണും. ആ കാരണം എന്ന് പറയുന്നത് രേണുവായിരുന്നു. എന്നിട്ട് രേണു സമ്മതിക്കുന്നില്ല. എന്നിട്ട് സുധിച്ചേട്ടനെ പറ്റിച്ച കഥകൾ വരെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പുള്ളി ട്രാപ്പ് ആയതാണെന്ന് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് എത്രത്തോളം ആരൊക്കെ വന്നിടന്ന് ന്യായീകരിച്ചാലും ഒരു കാര്യമില്ല. ഈ വീഡിയോ കാണാമെന്ന് നിങ്ങൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും, ഞാൻ ഉറപ്പായിട്ട് മനസ്സിലാക്കി തരും. പിന്നെ ആദ്യം പറയാം, ഈ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ ഒന്നെങ്കിൽ വല്ല ക്വാളിറ്റിയുള്ള മൈക്ക് കൊണ്ടുപോകണം. ചുമ്മാ ലൗഡ് നോയിസും പിന്നെ ക്യാമറയ്ക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല. എന്തോ വെച്ചാൽ നിങ്ങൾ എടുത്തത്, എന്തിനാ അവിടെ പോയത്, എന്തിനാ ഇന്റർവ്യൂ എടുത്തത് എനിക്ക് മനസ്സിലായില്ല. ഈ വീഡിയോ കാണുന്നതിന് ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കയറ്റി വെച്ചിട്ട് വേണം കാണാൻ. വല്ല പിള്ളേരൊക്കെ അടുത്തുണ്ടെങ്കിൽ തെറ്റി മാറ്റി എവിടെ മാറ്റി കളയാം എല്ലാത്തിനും. എന്നിട്ട് ഒളിച്ചിരുന്ന് ബെഡ്ഷീറ്റിന്റെ അടിയിലോ തലയുടെ ഇടയിലോ ഒക്കെ തല കയറ്റി വെച്ചിട്ട് കാണാൻ പറ്റൂ. കാരണം ഇച്ചിരി സൗണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ വേണേ ഇടയ്ക്കൂടെ ഇങ്ങനെ തർജ്ജമ ചെയ്ത് തരാം. പിന്നെ ഞാൻ അതിന് വേണ്ടി ന്യായീകരിച്ച് ഉൾട്ടടിക്കുന്നൊന്നും നിങ്ങൾ പറയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു തന്നത്. എനിക്ക് വയ്യ ആവശ്യമില്ലാത്ത ആരോപണങ്ങളും നമ്മുടെ പേരിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത് എന്റെ പേരൊക്കെ ഇപ്പം പല വീടുകളിലൊക്കെ ഇങ്ങനെ സംസാര ചർച്ചയായിട്ടൊക്കെ വരുന്നുവെന്ന് ഒരു കിംവദന്തി ഞാൻ കേട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിഷയമൊന്നുമില്ല. നമുക്ക് വിഷയമില്ലാത്തതുകൊണ്ടല്ല നമ്മൾ വീണ്ടും ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള നല്ല നല്ല കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്തു തരുന്നുണ്ട്, ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്, എല്ലാം ഞാൻ ഇട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ 90,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് നന്ദി. വലിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ 90,000-ലേക്ക് എത്തിയത്. ഒരു 67 വന്ന് ഞാൻ ഒറ്റ നിപ്പ് നിന്നായിരുന്നു ഒരു 1.5 വർഷം. വീഡിയോ ചെയ്യുന്നില്ല, മനസ്സ് മടിച്ച് പല ഇതായിട്ട് പോയി. പക്ഷെ ഇപ്പം ഐ തിങ്ക് ഐ എം ബാക്ക്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂവിനകത്ത് ഭാഗത്തിലേക്ക് തന്നെ ആദ്യമേ കടക്കാം. ഓക്കെ, കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് വേണു എന്ന് ചോദിച്ചോ പറഞ്ഞു കിച്ചു വീണനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എവിടെ വെച്ച് കണ്ടു? അത് ആലപ്പുഴ വെച്ച്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ചോദിച്ച എന്നിട്ട് കണ്ടിട്ടുണ്ടോ അവൻ എന്നോട് മിണ്ടാഞ്ഞ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണം ആയിരുന്നു, അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ്, അപ്പൊ നിന്നോട് വന്ന് മിണ്ടാഞ്ഞതാണ് എന്ന് പറഞ്ഞു. എടാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് പറഞ്ഞു നിങ്ങളുടെ ലൈഫിലെ കിച്ചു ഒരു ബാധ്യതയായിരുന്നു എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, കാരണം കിച്ചു അങ്ങനെ ബാധ്യതയായിരുന്നു. ഞാനും ചോദിച്ചായിരുന്നു നല്ല തിരക്കാണ്.
ഞങ്ങൾ പ്രോഗ്രാം, ഞങ്ങള് റിയാലിറ്റി ഷോസ്, വീട്. ആരാ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? കാരണം എല്ലാ ഇന്റർവ്യൂവിലും 40 വട്ടം കിച്ചു എന്റെ മകനാണ്, കിച്ചു എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂ ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങളും അറിയാൻ പറ്റിയതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് കിച്ചുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ മീഡിയ അറ്റൻഷൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റത്തില്ല. അത് ഇവർക്ക് വീണ്ടും നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പൊ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് തന്നെ കാര്യം. പ്രോഗ്രാം അതുമല്ല, കിച്ചു അവന്റെ അച്ഛന്റെ വീട്ടിലാണ് നിന്നത്. എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞു. അവർക്കൊരു ബാധ്യതയാണ്. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു. അല്ല 24 hours സുധിച്ചേട്ടനുണ്ടെങ്കിൽ കിച്ചുവിന്റെ പുറകെയാണ് നടക്കുന്നത്, കിച്ചുവിന് വേണ്ടിയിട്ട് കിച്ചുവിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, സുധിച്ചേട്ടൻ കിച്ചു ഉള്ളപ്പോഴും കിച്ചുവിന് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. കിച്ചുവിന് എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്, അല്ലാതെ കിച്ചുവിന് മാത്രമായിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല. സുധിച്ചേട്ടന്റെ മുൻ ഭാര്യയായ വീണയുടെ അടുത്ത് ഇപ്പോഴത്തെ ഭാര്യയായ രേണു, ഇല്ല കോമഡി ആയിട്ടില്ലേ, രേണു പറയുന്നതാണ് കിച്ചു നിങ്ങൾക്ക് ബാധ്യതയായിരുന്നോ? അപ്പോഴത്തേക്കിന് മുൻ ഭാര്യ പറയുന്നു ഏയ് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ മുൻ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ബാധ്യതയാണോ? അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഭാര്യ പറയുന്നു, കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഭാര്യ പറയുന്നു ബാധ്യത ആണെന്നുള്ള കാര്യം. ബാധ്യത ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ ടൈം കിച്ചുവിന്റെ പുറകെയാണ് അച്ഛൻ നടക്കുന്നത്. അച്ഛൻ മീൻസ് എന്തുവാണ് ഇവരുടെ പേരൊക്കെ, എന്തുവായിരുന്നു, കൊല്ലം ചേട്ടൻ നടക്കുന്നത് എന്ന് പറയുന്നു. അതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം എനിക്ക് പുള്ളി അറിയാവുന്നത്, ഞാൻ ഈ പുള്ളിയുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ 1 2 പരിപാടിക്ക് ഞാൻ പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ട്. പുള്ളി നമ്മളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഭയങ്കര ഒരു അങ്ങനത്തെ രീതി ഭയങ്കര മനസ്സാ. മോനെ എന്നൊക്കെ തന്നെ വിളിക്കത്തുള്ളൂ, മോനെ കുട്ടാന്നൊക്കെ തന്നെ വിളിക്കുന്നത്. അത് ഈ ഇന്റർവ്യൂലൊക്കെ ചിലർ പറയുന്നുണ്ട്, സത്യസന്ധ കാര്യമാണ്. അപ്പം ഞാനും കുഞ്ഞിലെ മുതൽ കാണുന്നേ പുള്ളിയെ. അപ്പം എനിക്കൊന്ന് ആ ഒരു പ്രസവിച്ച് ഒരു 1 1.5 2 വയസ്സ് മുതലേ ഈ പുള്ളിയുടെ കൂടെ സെറ്റുകളിലൊക്കെ കിച്ചുവിനെ കൊണ്ടുപോകുന്നതാണ് അച്ഛൻ. അത് പരിപാടിക്ക് എല്ലാം കൊണ്ടുപോയി അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ പെട്ടെന്നൊരു കല്യാണം കഴിച്ചാലും ആ ഒരു ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടെന്ന് വെച്ചാൽ ഫുൾ ടൈം അച്ഛൻ മകൻ എന്ന് വെച്ചാൽ ഇങ്ങനെ തിക് ഫ്രണ്ട്സിന് നടക്കാം. ഇവർ രണ്ടുപേരെയും രണ്ടായിട്ട് പരിപാടിയിലല്ലാതെ ഇവർ രണ്ടുപേരും ഉള്ള ഒരു സ്ഥലത്തും കാണാൻ പറ്റത്തില്ല. രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരുമിച്ച് തന്നെ ഫുൾ ടൈം ഒരു രാത്രി വീട്ടിൽ കയറുന്ന വരെ ഒന്നിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ നടന്നിരുന്ന രണ്ടുപേരും, അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യം എനിക്ക് കണക്ട് ആവും. അപ്പം അതുകൊണ്ട് കിച്ചു ഒരു ബാധ്യതയാണെന്ന്. പക്ഷെ ഇന്റർവ്യൂലൊന്നും ചേച്ചി ഇങ്ങനല്ല പറയുന്നത്. ചേച്ചിയാണ് എക്സ്ട്രാ ഓർഡിനറി മാമെന്നോ, അല്ല മാമല്ലല്ലോ, മാം അല്ല മാം അല്ല മദർ, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. ഇതുപോലൊരു രണ്ടാം അമ്മ കേരള ചരിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയുന്നത്. സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കണം, വേടന്റെ തൂവലിനകത്ത് എഴുതി ചേർത്ത പോലെ എന്റെ രേണു സുധി 2ാം അമ്മ എന്നല്ല 3ാം അമ്മ എന്നും കൂടെ എഴുതി ചേർക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യസന്ധമായ കാര്യം, വാസ്തവം എന്താണെന്ന് ഒന്ന് പുറംതിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഈ സുധിയുമായി ബന്ധപ്പെട്ട കാര്യവും ഇവരുടെ മാരേജ് എങ്ങനെ നടന്നു എന്ന കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചതാണ്. സുധിച്ചേട്ടനെ പറഞ്ഞ് പറ്റിച്ചതാണ്. എന്റെ ആദ്യത്തെ കല്യാണമാണെന്ന്. സുധിച്ചേട്ടൻ വന്ന് കുഴിക്കകത്ത് വീണ്, മറ്റേ വാരിക്കുഴി, ആന വന്ന് വീഴുന്ന വാരിക്കുഴിക്കകത്ത് വന്ന് വീണ് കാലി മുള്ളു കയറിയപ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നത് വിഷയമായിരുന്നു. എന്തിനാണോ ഞാൻ അതിനകത്ത് വന്ന് പെട്ടതെന്ന്. പിന്നെ വീണെടുത്ത് കിടന്ന് എങ്ങനെയെങ്കിലും ഒക്കെ കര കയറി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോഴത്തേന് പറ്റത്തില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഇത് വേണം, എന്ത് വേണം, സാമ്പത്തികം വേണം, ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകണം. ഞാൻ പറയുന്നില്ല, ചേച്ചി തന്നെ പറഞ്ഞ് കേൾപ്പിക്കുക, അത് നല്ലത്. സസ്പെൻസ് കളഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കൊരു ഇത് കിട്ടത്തില്ല. നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, സുധിച്ചേട്ടൻ ഡ്രാമ കളിക്കുവാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ഡ്രാമ കളിക്കുവാണ്. തീർച്ചയായിട്ടും. കാരണം ഒന്നിപ്പഴിച്ച 3 എന്ന് പറയുന്ന ചാൻസിലേക്കാ പുള്ളി ചെന്ന് നിന്നത്. ഇനി അവിടുന്ന് ഒരു ചാട്ടം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ചിലപ്പം പുള്ളിയുടെ ഒരു വ്യക്തിത്വം തന്നെ ഇല്ലാതാവുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഡ്രാമ കളിക്കുവാണെന്ന് പുള്ളി പറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ അച്ഛൻ സുധിയെ മാനസികമായിട്ട് കുറെ പീഡിപ്പിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ആര്? തങ്കച്ചനാ? PG തങ്കച്ചൻ? ആഹാ, നിങ്ങൾക്ക് മാനസിക പീഡനമൊക്കെ അറിയാം. പക്ഷെ നമ്മള് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ ഈ സെറ്റപ്പ് ആയിരുന്നു ഞാൻ കണ്ടത്. കുഴപ്പമില്ല, ആയ കാലത്ത് കാര്യലിപ്പിന്റെ കഴുത്തും അങ്ങനെ ആയിരിക്കും. അതായത് രേണു മാരേജ് ചെയ്ത ഒരാളല്ല എന്നാണ് സുധിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ സുധിച്ചേട്ടൻ വേറെ ആരോ വഴിയാണ് ഈ സംഭവം അറിഞ്ഞത്. പിന്നെ അത് ചോദ്യം ഇഷ്യൂസ് ആയി. പക്ഷെ അതിന് അങ്ങനല്ല, രേണു പറഞ്ഞ അങ്ങനല്ല. എന്തോ കുട്ടനോ എന്തോ കുട്ടിയോ ഇല്ലേ, കുട്ടാ ഇത് ആരോടും പറയേണ്ട കാര്യമല്ല, വാവക്കുട്ട
ഇത് ആരോടും പറയേണ്ട കാര്യമൊന്നും അല്ല, അത് മറക്കേണ്ട കാര്യം, അത് ഒന്നും കൈ പിടിച്ചു കൊടുത്തതല്ലേ ഉള്ളൂ, മറക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞത്. നമ്മളങ്ങനെ കഥ കേട്ടത്. പക്ഷെ അത് സൂചിച്ചേട്ടന്റെ വായിന്നല്ല കേട്ടത്, ഇത് കേൾക്കുന്ന സുജിയുടെ മുൻ ഭാര്യയുടെ വായിൽ നിന്നാ. കാരണം ഇവരുടെ റിലേഷൻ ബ്രേക്ക് ആവാനുള്ള കാരണം തന്നെ ഈ പുള്ളിക്കാരിയായിട്ടുള്ള മെസ്സേജസ് ഫോണിനകത്തുനിന്ന് പൊക്കുന്നതും സെക്സ് ചാറ്റ് ഫോണിനകത്തുനിന്ന് പൊക്കിയതിനു ശേഷമാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതും അതിനെ തുടർന്ന് ഇവർ ഡിവോഴ്സിലേക്ക് അവർ എത്തുന്നതും. പിന്നെ ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ പെണ്ണിനെ അറിയത്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊട്ടു മുന്നേവരെയും രേണുവിന്റെ കുടുംബക്കാർ പറഞ്ഞിരുന്നത്, എന്റെ കൊച്ച് നീ 3-4 കെട്ടി നടക്കുന്ന നിന്നെയാണോടാ എന്റെ കൊച്ച് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സുധിച്ചേട്ടനെ രേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഭയങ്കരമായിട്ട് 3-4 കെട്ടി നടക്കുന്നതാന്ന് എങ്ങനെ പറയാനാ? പുള്ളിക്കാരൻ 3 കെട്ടി, അത് ലീഗലായിട്ട് തന്നെ പോയതാ. അതിനകത്ത് ആദ്യത്തത് മാത്രം കണ്ട് ലീഗലായിട്ടൊന്നും ഇല്ലായിരുന്നു എന്നായിരിക്കും എന്റെ ഒരു അറിവ്. അങ്ങനെ തന്നെയാണ്. ഈ രണ്ടാമത്തത് ഇപ്പൊ 3-മത് രേണു അവകാശപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യം എനിക്ക് വ്യക്തമൊന്നുമല്ല, അതുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അതും ലീഗലായിട്ട് പോട്ടെ. അപ്പൊ രേണു ലീഗലായിട്ട് കഴിക്കാത്തത് കൊണ്ട് അത് വിവാഹമായിട്ട് തങ്കച്ചണ്ണം കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ പോയതോ കഴിച്ചതൊന്നും വിവാഹമൊന്നും അല്ല, അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അല്ല, ഒരിക്കലുമല്ല. സുജിച്ചേട്ടന് ഏറ്റവും കൂടുതൽ കടമായത്, സുജേട്ടൻ പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പിന്നെ സുജേട്ടനോട് ചോദിച്ചൊരു കാര്യം, സുജേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ കടമായി? നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയും കടമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഇവര് എപ്പോഴും ഫുഡ് വെളിയുമാണ്, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം, പിന്നെ ഒരു ഷൂട്ട് വന്നാൽ എല്ലാവരും വണ്ടി വിളിച്ച് കൊണ്ടുപോകണം, പിന്നെ ഒരു പ്രോഗ്രാം വന്നാൽ എല്ലാവരും വണ്ടി വിളിച്ച് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു പോയി. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാരെയും കൊണ്ടുപോകണോ? അത് തന്നെ ഒരു സമൂഹ സത്യക്കുള്ള ആളുണ്ട്. അന്നത്തെ വീഡിയോ കണ്ടില്ല, അപ്പുറത്ത് ഇവിടെ നിന്നൊക്കെ ഓടി വരുന്നു ഇതിലെ കൂടെ ഒരാള്. അവരെല്ലാരെയും വണ്ടി വിളിച്ച് സുചേട്ടൻ തന്നെ കൊണ്ടുപോകണം. പുള്ളിക്കാരൻ ഒരു പ്രോഗ്രാമിൽ കിട്ടുന്ന പൈസ ഏകദേശം എനിക്കറിയാം. അത് വെച്ച് നോക്കുമ്പോൾ വണ്ടി വിളിച്ച് അത് ഇവർക്കുള്ള ഫുഡ് ഇങ്ങനെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ ചെലവ് കഷ്ടവാ. ആ പുള്ളി എങ്ങനെ പിന്നെ കടമാവാതിരിക്കുന്നത്? കൊറോണ സമയത്ത് അങ്ങോട്ട് ഒരു വീടൊക്കെ എടുത്തായിരുന്നു, അതിന്റെ അഡ്വാൻസ് കൊടുത്ത, കൊറോണ വന്നു, അതും പോയി. പൈസക്ക് പിടുത്തമുള്ള ആളൊന്നും കേട്ടോ. ഉള്ളതാണെങ്കിൽ അങ്ങ് തീരുന്നിടം വരെ തീർക്കും, കൊടുക്കും. അങ്ങനത്തെ ഒരാളാണ്. കൈ വിട്ട് തീർക്കണം. തീർത്തിട്ട് പൈസ തീർന്ന് എനിക്ക് പോകാൻ എന്തെങ്കിലും പൈസ ഉണ്ടോ ഇങ്ങനെ ചോദിക്കുന്ന ഒരു മനുഷ്യനാ അത്. കാരണം ഉള്ളത് മൊത്തം തീർത്തിട്ടായിരിക്കും ചോദിക്കുന്നത്, ഒരിക്കലും കൈ വെച്ചിട്ട് അതാരോടും ചോദിക്കത്തില്ല. അതൊക്കെ അങ്ങനെ. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഇതിപ്പോ വീണ വന്ന് എനിക്ക് തോന്നുന്നു, ഈ വീണ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പേ വന്നിട്ട് ഒരു ഫേസ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി പല പല തെറ്റായ ആരോപണങ്ങളും കള്ളത്തരം കുത്തി നിറച്ചിട്ട് ഇതുപോലുള്ള ഇന്റർവ്യൂകൾ വന്നിരുന്ന നിരങ്ങൾത്തിയൊന്നും ഇല്ലായിരുന്നു. കാരണം നിങ്ങൾ മുൻപാരിയാണ്, നിങ്ങൾക്ക് പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറാനിടയുണ്ടായ സാഹചര്യം, അതിന്റെ കാരണം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയം വരെ നീണ്ടു നിന്ന് കൊണ്ടുപോകത്തില്ലായിരുന്നു. പിന്നെ ഇത് നീട്ടുക എന്നുള്ളത് രേണുവിനെ സംബന്ധിച്ച് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഒരു കണ്ടിന്യൂറ്റി ചെയ്തു വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. കാരണം രേണു എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ഇപ്പം യൂട്യൂബിനകത്ത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് തന്നെയാണ് അത്. രേണു അങ്ങനെ കാണുന്ന ആൾക്കാരല്ല. രേണു ഇന്ന് എന്തോ ചെയ്യുന്ന കൊച്ച് ആ രീതിയിൽ കാണുന്നതാണ് ഒരു 95% ആൾക്കാർ. പിന്നെ ഒരു 5% രേണു സിംഗിൾ മോം, ബോണ്ട് ലേഡി, ഉരുക്ക് വനിത അങ്ങനെയൊക്കെ കാണുന്നവരുണ്ട്. എന്നാൽ ഈ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഉരുക്ക് പോയിട്ട് പെരുക്ക് പോലും അല്ലാതിരിക്കുന്ന ടീമുകളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്റെ കമന്റ് ബോക്സിന്റെ താഴെ കാണാറുണ്ട് കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാത്തതാണ്, എനിക്ക് വയ്യ. കാരണം ഞാൻ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തത് ചിലപ്പോൾ യൂട്യൂബ് എന്റെ ചാനൽ തന്നെ എടുത്ത് കളഞ്ഞു കളയും. കാരണം അമ്മാതിരി ഭാഷയിലായിരിക്കും ഞാൻ ചിലപ്പോൾ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ചുമയൊക്കെ ഉണ്ട്. സകുടുംബം ക്ഷമിച്ച് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും ടിൻറ്റിൻ മണിയും എല്ലാം ചെയ്തേക്കും. ഓക്കെ.